സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് USSുമായി ബന്ധപ്പെട്ട കുറച്ച് മലയാളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോയി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ഓക്കെ, മലയാളം ചോദ്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക, അതോടൊപ്പം നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക, ആദ്യത്തെ ചോദ്യം ഇതാണ്: വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ച ഗ്രന്ഥകാരനാര്? ഓക്കെ, വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന കുമാരനാശാനെ വിശേഷിപ്പിച്ച ഗ്രന്ഥകാരൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ സി രാധാകൃഷ്ണൻ, ബി അഴീക്കോട്, സി ജോസഫ് മുണ്ടശ്ശേരി ആൻഡ് ഡി എം മുകുന്ദൻ. ഏതാണ് ഉത്തരം? തീർച്ചയായും ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ, മുണ്ടശ്ശേരി മാഷാണ് വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം കൃത്യമായിട്ട് കേൾക്കുക. നോക്കുക, ഗോര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരനാര്? ഗോര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരനാര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ ടാഗോർ, ബി ഉള്ളൂർ, സി മാധവിക്കുട്ടി, ഡി ഗുപ്തൻ നായർ. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഗോര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗോര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. സമൂഹം വിലയിരുത്തി പോകുന്ന ഒരു കാര്യമാണ്, കേവലമായ ഒരു നോവൽ രചനയ്ക്കും അപ്പുറത്താണ് ഗോര നിലനിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഭാരതത്തെക്കുറിച്ചുള്ള ഒരു ഇതിഹാസമാണ്. ഓർത്തു വയ്ക്കുക, ഗോര. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നോക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എ അശ്വതി - പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ബി പോക്കറ്റടിക്കാരൻ - ഒരു മനുഷ്യൻ, സി സൂര്യ നമ്പൂതിരിപ്പാട് - മാർത്താണ്ഡവർമ്മ, ഡി പപ്പു ഓടയിൽ നിന്ന്. ഓക്കെ, ഇത് സംശയം വരാൻ സാധ്യതയില്ല. കുറേ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോയ കാര്യമാണ്. ഏതാണ് ഉത്തരം? തീർച്ചയായും ഓപ്ഷൻ സി സൂര്യ നമ്പൂതിരിപ്പാട് - മാർത്താണ്ഡവർമ്മ. സൂര്യ നമ്പൂതിരിപ്പാട് - മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം നോക്കുക, മലയാള ഭാഷയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, ഓർത്തു വയ്ക്കുക, ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, എന്നവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നിങ്ങൾക്ക് അറിയാം, 3 ആളുകളാണുള്ളത്: ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. അതുപോലെ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. ഓപ്ഷൻ എ നവരത്നങ്ങൾ, ബി കവിത്രയം, സി കവികേസരികൾ ആൻഡ് ഡി കവി പുഷ്പമാല. ഇല്ലേ, നവരത്നങ്ങൾ നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? തീർച്ചയായും കവിത്രയം. ഓക്കെ, ത്രയം എന്ന് പറഞ്ഞാൽ 3, അതുപോലെ ഓർത്തു വയ്ക്കുക. കവിത്രയമാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, അഭൗമം എന്ന വാക്കിനർത്ഥം. ഓക്കെ, അഭൗമം, ഭൗമം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അതിനർത്ഥം. അഭൗമം എന്ന വാക്കിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഭൂമിയെ സംബന്ധിച്ചത്, ബി ഭൂമിയെ സംബന്ധിച്ച് അല്ലാത്തത്, സി വിവരിക്കാനാവാത്തത്, ഡി ഭംഗിയേറിയത്. ഓക്കെ, അഭൗമം, ഭൗമം അല്ലെ, നമ്മൾ പഠിച്ച വാക്കാണ്. ഏതാണ് ശരിയായ ഉത്തരം? തീർച്ചയായും ഓപ്ഷൻ ബി ഭൂമിയെ സംബന്ധിച്ചത് അല്ലാത്തത്. ഓക്കെ, ഭൗമം എന്ന് പറഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ചത്. ഓക്കെ, അതിന് മുൻപായി ആ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? അത് എതിർപദമായി മാറി. ഇല്ലേ, അഭൗമം ഭൂമിയെ സംബന്ധിച്ച് അല്ലാത്തത്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. സംശയം കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ,
ദെൻ അടുത്തത് ഉണ്മ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് കിട്ടുക? വിഗ്രഹിച്ചെഴുതൽ അല്ലെ? ഓപ്ഷൻ എ ഉൺ അധികം മ, ബി ഉൾ അധികം മ, സി ഉ അധികം മ, ഡി ഉൻ അധികം മ. ഓക്കെ, ഇതിൽ ഉണ്മ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ തീർച്ചയായും ഉത്തരം ഓപ്ഷൻ ബി ഉൾ അധികം മ. ഓക്കെ, ഉൾ അധികം മ. ദെൻ പ്രഭ എന്ന തൂലിക നാമം ഉപയോഗിച്ചിരുന്ന എഴുത്തുകാരനാര്? നമ്മൾ തൂലിക നാമങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, നോക്കുക. പ്രഭ എന്ന തൂലിക നാമം ഉപയോഗിച്ചിരുന്ന എഴുത്തുകാരൻ ഓപ്ഷൻ എ തകഴി, ബി ബഷീർ, സി സി രാധാകൃഷ്ണൻ ആൻഡ് ഡി വി ടി ഭട്ടതിരിപ്പാട്. ഓർത്തു വയ്ക്കുക, ഉത്തരം ഇതാണ് ഓപ്ഷൻ ബി ബഷീർ. ഓക്കെ, പ്രഭ എന്ന തൂലിക നാമം ഉപയോഗിച്ചിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്ക, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഓക്കെ, വിപ്ലവ കവിയായ വയലാറിന്റെ വരികളാണിത് ഇല്ലേ? ഇവിടെ കവി ആരോടൊപ്പമാണ്? ഈ ഒരു ചോദ്യം കമന്റ് ബോക്സിലായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു ചോദ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഓക്കെ, വിപ്ലവം എന്നത് പാർട്ടി എന്നതിനപ്പുറം മാനവികത തന്നെയാണെന്ന് വയലാർ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കാൻ കവിക്ക് ആവില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിനോടൊപ്പം അത് മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ്. ഓക്കെ, മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ്. നോക്കാം, ഓപ്ഷൻ എ തത്വശാസ്ത്രത്തിനൊപ്പം. ഇതിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഉത്തരം എന്നുള്ളത്. ബി നോവും ആത്മാവിനോടൊപ്പം, സി സ്നേഹത്തോടൊപ്പം, ഡി ശാസ്ത്രത്തോടൊപ്പം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നാണ് കവി ഇവിടെ പറയുന്നത്. ദെൻ കൊച്ചനുജൻ എന്ന ഇടശ്ശേരി കവിതയിലെ കന്മതിലിന്മേൽ കുളം നിറഞ്ഞൊരു നാൾ അമ്പലപ്രാവുകൾ എന്ന പോലെ. ഓക്കെ, അമ്പലപ്രാവുകൾ എന്നുള്ളത് അടിവരയിട്ടിട്ടുണ്ട്. ഈ അടിവരയിട്ട പദം സൂചിപ്പിക്കുന്നത് ആരെയാണ്? കൊച്ചനുജൻ അല്ലെ, നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചു പോയ ഒരു പാഠഭാഗമാണ്, ഓർത്തു വെക്കുക. കൊച്ചനുജന് കൂട്ടുകാരെ, ബി പക്ഷികളെ, സി ചേച്ചിയുടെ കൂട്ടുകാരെ, ഡി വരന്റെ കൂട്ടുകാരെ. ഓക്കെ, നിങ്ങൾ ഓർത്തു വെക്കുന്നുണ്ടായിരിക്കും എന്താണ് കൊച്ചനുജൻ അല്ലെ? ചേച്ചിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു പോയ ഒരു കാര്യമാണ്. ഏതാണ് ഉത്തരം? തീർച്ചയായും ഉത്തരം വരന്റെ വീട്ടുകാരെ. ഓക്കെ, വരന്റെ വീട്ടുകാരെയാണ് അമ്പലപ്രാവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദെൻ ഒരു കവിതാശകലം കൊടുത്തിട്ടുണ്ട്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദ ഗുരുക്കൾ, ബി ശ്രീനാരായണ ഗുരു, സി അയ്യങ്കാളി ആൻഡ് ഡി ആനന്ദ തീർത്ഥ. ഉത്തരം തീർച്ചയായും ഉത്തരം ഓപ്ഷൻ എ വാഗ്ഭടാനന്ദ ഗുരുദേവൻ. ഓക്കെ, വാഗ്ഭടാനന്ദ ഗുരുദേവനാണ് ശരിയായ ഉത്തരം. ദെൻ ശരിയായ പദം ഏത്? ഓക്കെ, ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ളത് അജ്ഞാതം, അറിയാത്തത് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അജ്ഞാതം എന്നുള്ള പദമാണ്. ഓപ്ഷൻ എ ബി സി ഡി പരിശോധിക്കുക. ഇതോടൊപ്പം ഞാൻ വെച്ചിട്ടുള്ള ആദരാഞ്ജലികൾ ചോദിക്കാം. ഓക്കെ, ഇതിൽ ശരിയായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അജ്ഞാതം. ഓക്കെ, ആ ജ അധികം ഞ പിന്നെ തം. ഓക്കെ, അജ്ഞാതം എന്നുള്ള വാക്ക് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ജായാണ് ആദ്യം വരുന്നത്. ദെൻ ആത്മകഥ അല്ലാത്ത കൃതി ഏത്? ഓക്കെ, കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആത്മകഥ അല്ലാത്ത കൃതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കഴിഞ്ഞ കാലം, ബി കൊഴിഞ്ഞ ഇലകൾ, സി പരൽമീൻ നീന്തുന്ന പാടം ആൻഡ് ഡി ജീവിത നിഴൽപ്പാടുകൾ. ഇതിലേതാണ് ആത്മകഥ അല്ലാത്ത കൃതി? തീർച്ചയായും ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ജീവിത നിഴൽപ്പാടുകൾ ആരുടേതാണ്? യെസ്, നമ്മുടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലാണ് ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ. ഓക്കെ, അതാണ് ഇതിൽ ആത്മകഥ അല്ലാത്ത കൃതി. ദെൻ
ഉണ്ട ചോറിൽ കല്ലിടുക എന്ന ശൈലി അർത്ഥമാക്കുന്നത്. ഇതോടൊപ്പം ഉണ്ട ചോറിന് നന്ദി കാട്ടുക എന്നുള്ളൊരു ശൈലി കൂടി നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഉണ്ട ചോറിൽ കല്ലിടുക എന്നുള്ള ശൈലിയാണ്. ഈ ശൈലി അർത്ഥമാക്കുന്നത് നോക്കുക, ഓപ്ഷൻ എ നന്ദികേട് കാണിക്കുക, ഓക്കെ, ബി തീർത്തു പറയുക, സി ലക്ഷ്യം സാധിക്കുക, ഡി കഴിക്കുന്ന ചോറിൽ കല്ലിടുക. ഓക്കെ, നമ്മൾ ഓപ്ഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ് ഓപ്ഷൻ എ നന്ദികേട് കാട്ടുക. ഓക്കെ, ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ നന്ദികേട് കാട്ടുക എന്നാണ് അർത്ഥം. ദെൻ ചുവടെ തന്നിരിക്കുന്നവയിൽ അക്ഷരമാലാക്രമം പാലിച്ച് എഴുതിയ കൂട്ടമേത്? ഓക്കെ, അക്ഷരമാല നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, നോക്കുക, ഓപ്ഷൻ എ, ബി, സി, ഡി. എ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. കഥാതന്തു, കന്യാദാനം, കരയോഗം, കവർച്ച. ഓക്കെ, കായാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് രണ്ടാമത്തെ അക്ഷരം ആൽഫബറ്റിക്കൽ ഓർഡറിൽ അക്ഷരമാലാക്രമത്തിൽ ഏതാണ് ആദ്യം വരിക? ഓക്കെ, ഏതാണ്? തീർച്ചയായും ധായാണ് വരിക. അപ്പോ ഓപ്ഷൻ എ ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, ദെൻ ഏതാണ് രണ്ടാമത്തത്? ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. തീർച്ചയായും ഉത്തരം ഓപ്ഷൻ എ കഥാതന്തു, ദെൻ കന്യാദാനം, ദെൻ കരയോഗം, കവർച്ച. ഓക്കെ, വാ അവസാനമാണ് വരുന്നത്. കഥാതന്തു, കന്യാദാനം, കരയോഗം, കവർച്ച. ദെൻ അടുത്ത ഒരു തൂലികാനാമം കൊടുത്തിട്ടുണ്ട്, കാക്കനാടൻ അല്ലെ, അറിയപ്പെടുന്ന ഒരു തൂലികാനാമമാണ് കാക്കനാടൻ. ഈ കാക്കനാടൻ എന്ന തൂലികാനാമം ആരുടേതാണ്? ഓപ്ഷൻ എ ജോർജ് വർഗീസ്, ബി പി വി അയ്യപ്പൻ, സി സക്കറിയ, ഡി എം കെ മേനോൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ എ ജോർജ് വർഗീസ്. ഓർത്തു വയ്ക്കുക, ജോർജ് വർഗീസ്. ദെൻ ലോക പുസ്തക ദിനം എന്ന്. ലോക പുസ്തക ദിനം എന്ന് ഓപ്ഷൻ എ ഏപ്രിൽ 19, ബി മാർച്ച് 21, സി ഏപ്രിൽ 21 ആൻഡ് ഡി ഏപ്രിൽ 23. ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ 23. ഓക്കെ, ദെൻ രാമായണത്തിന്റെ തമിഴ് രൂപം. ഓക്കെ, തമിഴ് രൂപത്തിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ രാമചരിതമാനസം, ബി അധ്യാത്മരാമായണം, സി കമ്പരാമായണം ആൻഡ് ഡി മഹാഭാരതം. ഓക്കെ, രാമായണത്തിന്റെ തമിഴ് രൂപം രാമായണം എന്നതിലുണ്ട്. ഉത്തരം ഓപ്ഷൻ സി കമ്പരാമായണം. ഓർത്തു വയ്ക്കുക, കമ്പരാമായണമാണ് രാമായണത്തിന്റെ തമിഴ് രൂപം. ദെൻ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിപ്ലവ കവി വയലാർ, ബി ഋതുക്കളുടെ കവി ചെറുശ്ശേരി, ഭക്തകവി പൂന്താനം, ഡി കുട്ടനാടിന്റെ കവി അക്കിത്തം. ഇത് തെറ്റിപ്പോകാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ്. ഓക്കെ, വിപ്ലവ കവി വയലാർ അല്ലെ, ഋതുക്കളുടെ കവി ചെറുശ്ശേരി നമുക്ക് അറിയുന്ന തന്നെയാണ്, ഭക്തകവി പൂന്താനം നിങ്ങൾക്ക് കേട്ടുപോയിട്ടുള്ള കാര്യമാണ്. തെറ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി കുട്ടനാടിന്റെ കവി അക്കിത്തം. ഓക്കെ, ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ദെൻ കേരള ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഉള്ളൂർ രചിച്ച കൃതി ഏത്? കേരള ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഉള്ളൂർ രചിച്ച കൃതി ഓപ്ഷൻ എ കേരള പാണിനീയം, ബി കേശവീയം, സി ഉമാകേരളം, ഡി ശാകുന്തളം. ഉത്തരം ഇതാണ് ഓപ്ഷൻ സി ഉമാകേരളം. ഓക്കെ, ഉമാകേരളമാണ് കേരള ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഉള്ളൂർ രചിച്ച കൃതി. ഓർത്തു വയ്ക്കുക. ദെൻ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നോക്കുക, യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പെടുത്തിയ കേരളത്തിന്റെ കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കേരളത്തിന്റെ കലാരൂപം ഓപ്ഷൻ എ ഓട്ടൻതുള്ളൽ, ബി കഥകളി, സി പടയണി, ഡി മുടിയേറ്റ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ ഡി മുടിയേറ്റ്. ഓക്കെ, മുടിയേറ്റാണ് ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ കേരളത്തിന്റെ കലാരൂപം. നിങ്ങൾക്ക് അറിയാം എന്താണ് മുടിയേറ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് തെക്കൻ കേരളത്തിലും കൊച്ചിയിലും മധ്യ കേരളത്തിൽ അപൂർവമായി നടന്നു വരുന്ന ഒരു ഭദ്രകാളി പ്രീണനത്തിനായുള്ള ഒരു അനുഷ്ഠാന കലയാണ്
മുടിയേറ്റ്. ഇല്ല, ഇതിന് നമ്മുടെ നാട്ടിൽ മുടിയെടുപ്പ് എന്നും പറയാറുണ്ട്. നമുക്കറിയാം മുടിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളിയുടെ ഭീകരമുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.